എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എസ്ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ BNSS പ്രകാരമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ BNSS നിലവിൽ വന്നതിന് അല്ലെങ്കിൽ ആ ഒരു പുതിയ ക്രിമിനൽ കോഡുകൾ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാം ആണ് അല്ലേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. കുറേയധികം ഈ പറയുന്ന സെയിം ടോപ്പിക്കുകൾ വരുന്ന പല എക്സാമുകളും, പല PSC എക്സാമുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ WCPO എക്സാം വന്നിട്ടുണ്ടായിരുന്നു, CPO എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ എക്സാംസ് വന്നു അല്ലെ ഇതേ സിലബസ് ഉള്ള. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം എന്താണ് അവരുടെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അവർ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. കൂടാതെ നമ്മൾ CRPCയും BNSSും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ CRPC ഫോക്കസ് ചെയ്തതുപോലെ ചില പ്രത്യേക ഏരിയകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില പ്രത്യേക പാറ്റേണുകളിലുള്ള ചോദ്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷനുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ആർക്ക് അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, കോടതിയിൽ ഹാജരാക്കേണ്ട സമയപരിധി എത്രയാണ്, ഇതൊക്കെ സ്ഥിരമായി ഈ പറയുന്ന അറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ CRPCയിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പാറ്റേണിൽ സെക്ഷനുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പാറ്റേണിൽ അല്ലെങ്കിൽ ഏരിയാസിൽ വ്യത്യാസം വരാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ BNSS പഠിക്കുമ്പോഴും നമ്മൾ ആ ഒരു ഏരിയകൾ CRPCയിൽ നിന്ന് ചോദിച്ച അതേ ഏരിയകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് വ്യത്യാസങ്ങളാണ്. ചില സെക്ഷനുകളിൽ നമുക്കറിയാം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ചില സെക്ഷനുകളിലേക്ക് പുതിയ ചില അമെൻമെന്റുകൾ, പുതിയ ചില സബ് സെക്ഷൻസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള CRPCയിൽ ഇല്ലാത്ത കുറെ അധികം കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും CRPCയിൽ ഉണ്ടായിരുന്നില്ല. ഫോറൻസിക് അന്വേഷണം നിർബന്ധമാക്കുന്ന സെക്ഷനുകളൊന്നും CRPCയിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ CRPCയിൽ ഇല്ലാത്ത എന്നാൽ വളരെ റെവല്യൂഷണറി ആയിട്ടും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കുറെ അധികം പുതിയ സെക്ഷനുകളും സബ് സെക്ഷനുകളും ഒക്കെ BNSSലേക്ക് വന്നപ്പം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് അങ്ങനെ ആഡ് ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സമൻസും വാറന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ്, പ്രിവെന്റീവ് ആക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പറയുന്ന രീതിയിൽ ആർക്കാണ് ഒരു കുറ്റകൃത്യം തടയാനായിട്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യേണ്ടത്, ആരാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് ആക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഏരിയ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെ ഇനിയൊരു ഇതൊക്കെയാണ് ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി പാറ്റേണിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ കാണുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സെക്ഷനിൽ ഇങ്ങനെ രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ കൃത്യമായി നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. വളരെയധികം വളച്ചൊടിക്കലൊന്നും നമ്മൾ BNSSൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. BNS IPC റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പം കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ BNSS ഫെയർലി സിമ്പിൾ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അത്രയും ട്വിസ്റ്റ് ചെയ്യുന്ന, സിമ്പിൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ചോദ്യം മനസ്സിലാക്കാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യത്തിലേക്ക് വളരെയധികം ബുദ്ധി പ്രയോഗിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. ഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓർമ്മശക്തി ആയിരിക്കും കൂടുതലും BNSSൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ആ സെക്ഷനുകൾ ഏതൊക്കെയാണ്, ഏത് സെക്ഷനിൽ എന്ത് അപ്ലൈ ചെയ്യുമെന്ന നമ്മുടെ ഒരു ഓർമ്മശക്തി, അതാണ്. പിന്നെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പല സെക്ഷനുകളുടെയും ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ BNSSൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല അവകാശങ്ങളും ചിലത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനായിരിക്കും ഉണ്ടായിരിക്കുക, ചിലത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനായിരിക്കും ഉണ്ടായിരിക്കുക, ചിലത് CJMനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന അവകാശങ്ങളിൽ അതേപോലെ സമയപരിധിയിൽ കുറെ അധികം വ്യത്യാസങ്ങളുണ്ട്. പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്താൽ 6 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം, അല്ലാത്ത സിറ്റുവേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. അങ്ങനെ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പലയിടത്തായിട്ട് പല സമയപരിധികൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന അധികാരങ്ങളുടെ ഈ പറയുന്ന കൈമാറ്റവും അതേപോലെ സമയപരിധിയും ഒക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇത് പലയിടത്തും പലതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയാസും ചോദ്യങ്ങളുടെ പാറ്റേണും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ MCQ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് മുഴുവൻ ടോപ്പിക്കിലെയും MCQs ആഡ് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൻസും വാറന്റും വരെയുള്ള ടോപ്പിക്കിലെ MCQs ആണ്. ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. MCQവും അതിന്റെ ആൻസറും ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
Which of the following correctly distinguishes between bailable and non-bailable offenses under the Sanhita? അതായത് ബെയിലബിൾ കുറ്റകൃത്യങ്ങൾ, ജാമ്യം ലഭിക്കാൻ സാധിക്കുന്ന കുറ്റകൃത്യങ്ങളും നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങൾ, നേരിട്ട് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളും. ഒരിക്കലും നോൺ ബെയിലബിൾ എന്നതിനർത്ഥം ജാമ്യം ലഭിക്കില്ല എന്നല്ല, നേരിട്ട് ജാമ്യം ലഭിക്കുക. സ്റ്റേഷനിൽ നിന്നും ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഇല്ല. കോടതി വഴിയായിരിക്കും നമ്മൾ ജാമ്യത്തിന് മൂവ് ചെയ്യുക. അപ്പോൾ ജാമ്യം ലഭിക്കുന്ന, നേരിട്ട് ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേർതിരിക്കാൻ സാധിക്കുന്നത് ഈ ഓപ്ഷനിൽ? വായിച്ചു നോക്കിയാലോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഓപ്ഷൻ എ, ഓൺലി ദ കോർട്ട് ക്യാൻ ഗ്രാന്റ് ബെയിൽ ഇൻ ബെയിലബിൾ ഒഫൻസസ്. ബെയിലബിൾ കുറ്റകൃത്യങ്ങൾക്ക് കോടതിക്ക് മാത്രമേ ജാമ്യം തരാൻ സാധിക്കൂ എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. തിരിച്ചായിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ കറക്റ്റ് ആയേനെ അല്ലെ. നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങൾക്ക് കോടതിക്ക് മാത്രമേ ജാമ്യം തരാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ അത് ശരിയായേനെ. പക്ഷെ നമുക്കറിയാം ബെയിലബിൾ കുറ്റകൃത്യങ്ങൾക്ക് കോടതിക്കെന്നല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ജാമ്യം എടുക്കാം. ജാമ്യം നമ്മളുടെ അവകാശമാണ് അത്തരം കുറ്റകൃത്യങ്ങളുടെ കേസിൽ. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഓപ്ഷൻ ബി ആണ്. ഓൾ ഒഫൻസസ് ഇൻ ദി ഫസ്റ്റ് സ്കെഡ്യൂൾ ആർ ബെയിലബിൾ. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്കെഡ്യൂളിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ബെയിലബിൾ ആണെന്നാണ്. തീർച്ചയായിട്ടുമല്ല. നമ്മൾ ബെയിലബിൾ കുറ്റകൃത്യത്തിന്റെയും നോൺ ബെയിലബിൾ കുറ്റകൃത്യത്തിന്റെയും സെക്ഷൻസിൽ അതിന്റെ ഡെഫിനിഷൻ വരുന്ന സെക്ഷൻ 2 നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് പഠിച്ചപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെ കുറ്റകൃത്യങ്ങളെയാണോ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ബെയിലബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ബെയിലബിൾ ആണ്. ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണോ ഫസ്റ്റ് സ്കെഡ്യൂളിലുള്ള ബെയിലബിൾ അല്ലാത്തവ അതെല്ലാം നോൺ ബെയിലബിൾ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഒരിക്കലും ബെയിലബിൾ കുറ്റകൃത്യങ്ങൾ ഏതാണ് എന്ന് മാത്രമല്ല പറയുന്നത്. എവിടെയാണ് ബെയിലബിൾ കുറ്റകൃത്യങ്ങളും നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങളും എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെഫിനേഷൻ വരുന്നത് രണ്ടാമത്തെ സെക്ഷനിലാണ്. സെക്ഷൻ 2C ബെയിലബിൾ കുറ്റകൃത്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേ സെക്ഷനിൽ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങളെയും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസസ് എന്ന് വെച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസും ബെയിലബിൾ ഒഫൻസും ഒരേപോലെ ഫസ്റ്റ് സ്കെഡ്യൂളിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ ബി പ്രകാരം ഫസ്റ്റ് സ്കെഡ്യൂളിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ബെയിലബിൾ ആണെന്നാണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നോൺ ബെയിലബിൾ ഒഫൻസസ് ആർ ദോസ് not shown as bailable in the first schedule or by any other law. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാകും അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അതിൽ എന്താ പറയുന്നേ? ഏതാണോ ബെയിലബിൾ അല്ല എന്ന് ഫസ്റ്റ് സ്കെഡ്യൂളിലും മറ്റേതെങ്കിലും നിയമത്തിലും പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങളാണ്. ഇതല്ലേ നോൺ ബെയിലബിൾ ഒഫൻസിന് സെക്ഷൻ 2C നമ്മൾ പഠിച്ച ഡെഫിനേഷൻ. സെക്ഷൻ 2C നോൺ ബെയിലബിൾ ഒഫൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് സ്കെഡ്യൂളിൽ എന്തിനെയൊക്കെയാണോ ബെയിലബിൾ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ബെയിലബിൾ ആണെന്ന് കാണിക്കാത്ത ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണോ അവിടെ എഴുതിയിരിക്കുന്നത് അതൊക്കെ നോൺ ബെയിലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോൺ ബെയിലബിൾ ഒഫൻസിനെ സെക്ഷൻ 2C പ്രകാരം മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് നമ്പർ സി ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അവിടെ എന്താ പറയുന്നത്? എന്തിനെയാണോ ബെയിലബിൾ അല്ല എന്ന് ഫസ്റ്റ് സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് നോൺ ബെയിലബിൾ കുറ്റകൃത്യം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ സി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഡി കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. പോലീസ് ക്യാൻ അറസ്റ്റ് വിതൗട്ട് വാറന്റ് ഓൺലി ഇൻ ബെയിലബിൾ കേസസ്. ബെയിലിന്റെ അടിസ്ഥാനത്തിലല്ല, വാറന്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ വാറന്റോട് കൂടിയാണോ അറസ്റ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കപ്പെടുക. അത് കോഗ്നിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾക്ക് വാറന്റ് വേണം, കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾക്ക് വാറന്റ് വേണ്ട, നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾക്ക് വാറന്റ് വേണം. ചിലപ്പോൾ അതൊരിക്കലും ബെയിലിന്റെ അടിസ്ഥാനത്തിലല്ല പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചില കേസുകളിൽ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം, അത് കോഗ്നിസിബിൾ ആണെങ്കിൽ. അതേപോലെ തന്നെ ചിലപ്പോൾ നോൺ ബെയിലബിൾ ആണെങ്കിൽ പോലും വാറണ്ടോട് കൂടി വേണമായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരിക. അത് എന്ത് ചെയ്യാം, നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ. അപ്പം കോഗ്നിസിബിലിറ്റിന്റെ ബേസിസിലാണ് വാറന്റ് വേണോ വാറന്റ് വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്, ബെയിലിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ?
എക്സ്പ്ലനേഷനിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ, ബെയിലബിൾ ഒഫൻസ് എന്താണ്? ബെയിലബിൾ ഒഫൻസ് എന്തിനെയാണോ ബെയിലബിൾ എന്ന് ഫസ്റ്റ് സ്കെഡ്യൂളിലോ മറ്റു നിയമങ്ങളിലോ വിശദീകരിച്ചിരിക്കുന്നത് അതാണ് ബെയിലബിൾ ഒഫൻസ്. അതല്ലാത്ത എല്ലാം നോൺ ബെയിലബിൾ ആണ്. ഇത് 2C ഡെഫിനേഷൻ ആണ്. ഇനി ഓപ്ഷൻ ഡി എന്തുകൊണ്ടാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡിയിൽ നമ്മൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ബെയിലബിൾ കുറ്റകൃത്യങ്ങൾക്ക് പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നമുക്കറിയാം, വാറണ്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോഗ്നിസിബിലിറ്റി ആണ്. കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾക്ക് വാറണ്ട് വേണം. പക്ഷെ എല്ലാ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളും ബെയിലബിൾ കുറ്റകൃത്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങളും ഉണ്ട് കോഗ്നിസിബിൾ കേസസിൽ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തതും ഡെഫിനേഷൻ സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് വരുന്ന, കംപ്ലൈന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എവിടെയാണ് നമ്മുടെ BNSS കംപ്ലൈന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2H-ലാണ്. 2H, ഓക്കെ, H-ലാണ് കംപ്ലൈന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയാലോ. Under the definition of complaint in the Sanhita, which of the following scenarios would be treated as a complaint? Purely ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലൈന്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. അതായത് താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തിനെയാണ് നമ്മൾ കംപ്ലൈന്റ് ആണ് എന്ന് പറയുക എന്നാണ്. അപ്പൊ അത് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് കംപ്ലൈന്റ് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെ? എന്താണ് കംപ്ലൈന്റ്? 2H-ലാണ് കംപ്ലൈന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് എന്തിനെയാണ് നമ്മളൊരു കംപ്ലൈന്റ് എന്ന് വിളിക്കുക? ഒരു മജിസ്ട്രേറ്റിന് മുൻപിൽ നമ്മൾ ഒരു കുറ്റം നടന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നതിനാണ് നമ്മൾ കംപ്ലൈന്റ് എന്ന് പറയുക. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക, ഒരു മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നമ്മൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് കംപ്ലൈന്റ്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി പറയുന്ന കാര്യത്തെ സാധാരണ രീതിയിൽ നമ്മൾ കംപ്ലൈന്റ് എന്ന് വിളിക്കുന്നെങ്കിൽ പോലും അതിനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ടല്ല BNSS പ്രകാരം കണക്കാക്കുന്നത്. കംപ്ലൈന്റ് ആകണമെങ്കിൽ അത് എവിടെ വേണം? മജിസ്ട്രേറ്റിന്റെ മുൻപിലായിരിക്കണം നമ്മൾ ആരോപണം ഉന്നയിക്കേണ്ടത്. ഇനി എന്തായിരിക്കാം ആ ആരോപണം? നമുക്കറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളോട് എന്തോ ഒരു കുറ്റം ചെയ്തു എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു ആരോപണമാണ് എന്തെന്ന് പറയുന്നത് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഇനി അതേ സെക്ഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസ് റിപ്പോർട്ട് ഒരു കംപ്ലൈന്റ് അല്ല എന്ന്. അപ്പൊ ഇങ്ങനെ പല സെക്ഷനുകളിലും നമ്മൾ ഇങ്ങനെ എക്സെപ്ഷൻസ് പഠിക്കാറുണ്ട്. ജനറലി ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് പറയും ഇതാണ് ഈ പറയുന്ന കാര്യം, എന്നാൽ ഈ കാര്യത്തിൽ ഇത് ഉൾപ്പെടില്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതിയിരിക്കും. ഇപ്പൊ ഇവിടെ കംപ്ലൈന്റിന്റെ ഡെഫിനേഷനിൽ പോലീസ് റിപ്പോർട്ട് കംപ്ലൈന്റ് അല്ല എന്ന് വ്യക്തമായിട്ട് സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് ഓർത്തു വെച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ പോലീസ് റിപ്പോർട്ട് ഒരു കംപ്ലൈന്റ് അല്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട സെക്ഷനിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്, ഒരു വിശദീകരണ സെക്ഷൻ കൂടിയുണ്ട്. അവിടെ പറയുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർ, സാധാരണഗതിയിൽ പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കുന്ന കേസുകളൊന്നും കംപ്ലൈന്റ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കുക. കംപ്ലൈന്റ് വഴി വരുന്ന കേസായിട്ട് അല്ലെങ്കിൽ ആ ആരോപണങ്ങളെ കംപ്ലൈന്റ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാറില്ല. കാരണം മജിസ്ട്രേറ്റിന് മുൻപിൽ പറയുന്നതാണല്ലോ കംപ്ലൈന്റ്. പോലീസിന് മുൻപിൽ ഒരാൾ കൊടുക്കുന്നത് കംപ്ലൈന്റ് അല്ലെന്നാ നിയമപ്രകാരം, BNSS പ്രകാരം. അപ്പൊ പോലീസ് ഒരു കേസ് ആരുടെയെങ്കിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു തുടങ്ങിയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ പോലീസിന് മനസ്സിലാവുകയാണ് താൻ അന്വേഷിക്കുന്ന ഈ കേസ് എന്ത് തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണെന്ന്, ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യത്തെ വെളിപ്പെടുത്തുന്ന ഈ പറയുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളെ നമ്മൾ എന്തായിട്ട് കണക്കാക്കാറുണ്ട്? കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പൊ കുറച്ചു കാര്യങ്ങൾ ഓർക്കാനുണ്ട്. എന്താ നമ്മൾ പറഞ്ഞത്? സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒരു കുറ്റാരോപണം മജിസ്ട്രേറ്റിന് മുൻപിൽ നടത്തുന്നതിനെയാണ് നമ്മൾ കംപ്ലൈന്റ് എന്ന് പറയാം. ഇതിൽ പോലീസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടാറില്ല. എന്നാൽ പോലീസ് ഒരു കേസിന്റെ അന്വേഷണം ആരംഭിച്ച് ആ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ അതൊരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യമാണെന്ന് പോലീസിന് മനസ്സിലാവുകയും ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഇതിനെ കോടതി എന്തായിട്ടേ കണക്കാക്കുള്ളൂ? കംപ്ലൈന്റ് ആയിട്ടേ കണക്കാക്കുള്ളൂ. അതായത് മറ്റെല്ലാ പോലീസ് റിപ്പോർട്ടുകളും കംപ്ലൈന്റ് അല്ല, എന്നാൽ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിക്കുന്ന പോലീസ് റിപ്പോർട്ടിനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുക. ക്ലിയർ അല്ലേ? ഇത് എക്സ്പ്ലനേഷനിലാണ് നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എ റിപ്പോർട്ട് മെയ്ഡ് ബൈ എ പോലീസ് ഓഫീസർ ഇൻ എ കേസ് വിച്ച് ഡിസ്ക്ലോസസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ദി കമ്മീഷൻ ഓഫ് എ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് it shall be deemed to be a complaint. അപ്പോൾ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യത്തെ വെളിപ്പെടുത്തുന്ന പോലീസിന്റെ റിപ്പോർട്ടുകളെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ടാണ് കണക്കാക്കുക. അല്ലാത്ത പക്ഷം പോലീസ് റിപ്പോർട്ടുകൾ കംപ്ലൈന്റ് അല്ല.
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ആദ്യത്തെ ഓപ്ഷൻ, an FIR registered by the police for a cognizable case. ജനറലി പോലീസ് ഫയൽ ചെയ്യുന്ന ഒരു സാധനമാണ് FIR. നമുക്കറിയാം പോലീസിന് മുൻപിൽ ഒരാൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തല്ല, കംപ്ലൈന്റ് അല്ല, മജിസ്ട്രേറ്റിന് മുൻപിൽ കൊടുക്കുമ്പോഴാണ് കംപ്ലൈന്റ് ആകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കോഗ്നിസബിൾ കേസിന്റെ FIR ഫയൽ ചെയ്യുമ്പം അതെങ്ങനെ കംപ്ലൈന്റ് ആവുക? അല്ലല്ലോ, കാരണം അവിടെ മജിസ്ട്രേറ്റ് ഇല്ല. അല്ലെങ്കിൽ തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതാണ് കംപ്ലൈന്റ്. ഇവിടെ പോലീസിന് മുൻപിൽ നമ്മൾ ഒരു FIR ഫയൽ ചെയ്യുമ്പോൾ അവിടെ കംപ്ലൈന്റ് ഇല്ല. കംപ്ലൈന്റ് ആവാനുള്ള എല്ലാ എലമെന്റ്സും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ റിപ്പോർട്ട് ബൈ എ പോലീസ് ഓഫീസർ ഡിസ്ക്ലോസിംഗ് എ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, ഒരു പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ഒരു നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യം നടന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ പഠിച്ച എക്സ്പ്ലനേഷനിൽ? സാധാരണഗതിയിലുള്ള പോലീസ് റിപ്പോർട്ടുകൾ കംപ്ലൈന്റ് അല്ലെങ്കിൽ പോലും അന്വേഷണ അവസാനം പോലീസ് ഒരു നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യമാണ് എന്ന രീതിയിൽ സമർപ്പിക്കുന്ന പോലീസ് റിപ്പോർട്ടുകൾ കംപ്ലൈന്റ് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? പോലീസ് ഒരു നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യം ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പം അത് എന്തായി മാറുന്നുണ്ട്? കംപ്ലൈന്റ് ആയി മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആൻ ഓറൽ അലിഗേഷൻ ടു എ മജിസ്ട്രേറ്റ് അബൌട്ട് ആൻ അൺനോൺ ഒഫൻഡർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കംപ്ലൈന്റ് എന്ന് പറയുന്ന വാക്കിൽ പറയുന്നുണ്ട് കംപ്ലൈന്റ് ഓറലി ആകാം, റൈറ്റിംഗിലാകാം. അതായത് നമ്മൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ചെന്ന് നേരിട്ട് വാഗൊണ്ട് പറയുന്നതും കംപ്ലൈന്റ് ആണ്, എഴുതി സമർപ്പിക്കുന്നതും കംപ്ലൈന്റ് ആണ്. അപ്പൊ ഓറൽ അലിഗേഷൻ മജിസ്ട്രേറ്റിന് മുൻപിൽ കൊടുത്താൽ അത് കംപ്ലൈന്റ് ആകാമെന്ന് നമുക്ക് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അതേ സെക്ഷനിൽ പറയുന്നുണ്ട് നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയ ഒരാൾ കുറ്റം ചെയ്തു എന്നാകാം നമ്മൾ പറയാ. അല്ലാതെ എപ്പോഴും നമ്മൾ ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് മുൻപിൽ കൊടുക്കുമ്പം തെറ്റ് ചെയ്ത ആളുടെ പേര് നമ്മൾ അതിൽ വ്യക്തമാക്കണം എന്നുള്ളത് നിർബന്ധമല്ല. നമുക്ക് അറിയാമെങ്കിൽ പേര് എഴുതുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് എഴുതാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ, ഇത്രയും മനസ്സിലാക്കി വെച്ചിട്ടൊന്ന് വായിച്ചേ. ആൻഡ് ഓറൽ അലിഗേഷൻ ടു എ മജിസ്ട്രേറ്റ്, ഓറൽ അലിഗേഷൻ ആകാം കംപ്ലൈന്റ്, മജിസ്ട്രേറ്റിനോടാണ് പറയേണ്ടത്. ഇവിടെ വരെ കറക്റ്റാ. എബൌട്ട് ആൻ അൺനോൺ ഒഫൻഡർ, അതെ, അൺനോൺ ഒഫൻഡറിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് മജിസ്ട്രേറ്റിനോട് കംപ്ലൈന്റ് പറയാൻ പറ്റും. കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്, അപ്പോൾ ഒരു കുറ്റകൃത്യം അൺനോൺ ഒഫൻഡർ ചെയ്തു എന്ന രീതിയിൽ നമ്മൾ മജിസ്ട്രേറ്റിനോട് പറയുന്ന ഓറൽ അലിഗേഷൻസും കംപ്ലൈന്റ് ആണ് ഡെഫിനേഷൻ പ്രകാരം. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ ചാർജ് ഷീറ്റ് ഫയൽഡ് ബൈ എ പോലീസ് ഫോർ എ നോൺ കോഗ്നിസിബിൾ ഒഫൻസ്. ചാർജ് ഷീറ്റ് എന്നാൽ പോലീസ് റിപ്പോർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ അതിനെ ചാർജ് ഷീറ്റ് എന്നാണ് വിളിക്കുക. ഒരു നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യത്തിന്റെ അന്വേഷണ അവസാനം സെക്ഷൻ 193 BNSS പ്രകാരം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന പോലീസ് റിപ്പോർട്ടാണ് നമ്മുടെ ചാർജ് ഷീറ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. ഈ പോലീസ് റിപ്പോർട്ട് എന്താണ്? കംപ്ലൈന്റ് അല്ല. നമുക്കറിയാം അതൊരു പോലീസ് റിപ്പോർട്ടാണ്. സാധാരണഗതിയിൽ പോലീസ് റിപ്പോർട്ടുകൾ എന്തല്ല? കംപ്ലൈന്റ് അല്ലല്ലോ. അപ്പൊ ഇതൊരു പോലീസ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് എന്ത് ചെയ്യില്ല? കണക്കാക്കില്ല. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 2ഉം 3ഉമാണ് ഉത്തരങ്ങൾ. അതായത് ഓപ്ഷൻ ബി 2 and 3 ഓൺലി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. FIR കംപ്ലൈന്റ് അല്ല, കാരണം അതൊരു FIR എന്ന് വെച്ചാൽ പോലീസിന് മുൻപിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെ. അതൊരിക്കലും കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. 2, 3ഉം കറക്റ്റ് ആണ്. നാലാമത്തത് കംപ്ലൈന്റ് അല്ല, കാരണം ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് അതെ, ബട്ട് ദി ടേം ചാർജ് ഷീറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് എ നോൺ കോഗ്നിസിബിൾ കേസസ്. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ദ റിപ്പോർട്ട് ആഫ്റ്റർ, അതെ, ചാർജ് ഷീറ്റ് എന്ന് പറയുന്ന പേരല്ല നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും റിപ്പോർട്ട് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്തല്ല, ഒരിക്കലും ഒരു കംപ്ലൈന്റ് അല്ല. കാരണം എന്താണ്? പോലീസ് റിപ്പോർട്ടുകളെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കണക്കാക്കാറില്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്? Summons case and warrant case under the Sanhita are primarily differentiated based on. Summons കേസും വാറന്റ് കേസും എങ്ങനെയാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് 2 തരത്തിലുള്ള കേസുകളുണ്ട്. ഒന്ന് സമൻസ് കേസും മറ്റൊന്ന് വാറന്റ് കേസും. എവിടെയാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്? ഇതും ഡെഫിനേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സമൻസ് കേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2X-ലാണ്. എക്സ്. വാറന്റ് കേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2Z-ലാണ്. അപ്പം 2X-ല് സമൻസ് കേസും
ഇസഡില് വാറന്റ് കേസുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ സമൻസ് കേസിനെയും വാറന്റ് കേസിനെയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സമൻസ് കേസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സമൻസ് കേസിന്റെ ഡെഫിനേഷൻ സിമ്പിളാ. എന്താണോ വാറന്റ് കേസ് അല്ലാത്തത് അതാണ് സമൻസ് കേസ് എന്നാണ് സമൻസ് കേസിന്റെ ഡെഫിനേഷൻ ആയിട്ടുള്ള 2x നമ്മളോട് പറയുന്നത്. അതായത് വാറന്റ് കേസിന്റെ ഡെഫിനേഷൻ അറിഞ്ഞാലേ നമുക്ക് സമൻസ് കേസ് എന്താണെന്ന് വേർതിരിക്കാൻ സാധിക്കുള്ളൂ. കാരണം വാറന്റ് കേസ് അല്ലാത്തതാണ് സമൻസ് കേസ്. അപ്പൊ നമ്മൾ ആദ്യം വാറന്റ് കേസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. സെക്ഷൻ 2Z വാറന്റ് കേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് വാറന്റ് കേസ്? അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ കേസുകളാണോ ഏതൊക്കെ കേസുകളാണോ ഡെത്ത് പെനാൽറ്റിയോ ജീവപര്യന്തമോ 2 വർഷത്തിന് മുകളിലേക്കുള്ള തടവ് ശിക്ഷയോ കുറ്റമായി വരുന്ന പണിഷ്മെന്റ് ആയിട്ട് വരുന്ന ശിക്ഷയായി വരുന്ന കുറ്റകൃത്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള കേസുകളാണ് വാറന്റ് കേസുകൾ. അതായത് 2 വർഷത്തിന് മുകളിലേക്ക് ഏത് പണിഷ്മെന്റ് ആണെങ്കിലും 2 വർഷത്തിന് മുകളിലേക്ക് ഏത് തടവാണെങ്കിലും ശരി, എന്താ പറയാ, ജീവപര്യന്തം തടവാണെങ്കിലും ശരി, വധശിക്ഷ ആണെങ്കിലും ശരി, ഈ കുറ്റകൃത്യങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ ഡീൽ ചെയ്യുന്ന ആ പ്രതികളുമായി ബന്ധപ്പെട്ട കേസുകളെയാണ് നമ്മൾ വാറന്റ് കേസുകൾ എന്ന് വിളിക്കുന്നത്. അതായത് 2 വർഷത്തിന് മുകളിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ വരുന്ന കേസുകൾ വാറന്റ് കേസുകളാണെങ്കിൽ, വാറന്റ് കേസ് അല്ലാത്തവയാണല്ലോ സമൻസ് കേസ്. അതായത് 2ന് താഴേക്ക് ശിക്ഷ വരാവുന്ന കുറ്റകൃത്യങ്ങൾ ഉള്ള കേസുകൾ സമൻസ് കേസുകളാണ്. അപ്പൊ വാറന്റ് കേസിനെയും സമൻസ് കേസിനെയും നമ്മൾ എങ്ങനെയാ വേർതിരിച്ചിരിക്കുന്നത്? ശിക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഏത് കുറ്റകൃത്യമാണോ ആ കേസിൽ വരുന്നത് ആ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ എത്രയാണ് അതനുസരിച്ചാണ് അതൊരു വാറന്റ് കേസ് ആണോ സമൻസ് കേസ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. സാധാരണഗതിയിൽ 2ന് മുകളിലേക്ക് ശിക്ഷ വരുന്ന കുറ്റകൃത്യങ്ങൾ ഉള്ള കേസുകളൊക്കെ വാറന്റും 2ന് താഴേക്ക് ശിക്ഷ വരുന്ന കുറ്റകൃത്യങ്ങളുള്ള കേസുകൾ സമൻസ് കേസുമാണ്. അപ്പൊ വ്യക്തമാണല്ലേ, സമൻസ് കേസിനെയും വാറന്റ് കേസിനെയും BNSS വേർതിരിച്ചിരിക്കുന്നത് ശിക്ഷകളുടെ അടിസ്ഥാനത്തിലാണ്, കുറ്റകൃത്യങ്ങളുടെ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻ എയിൽ പറയുന്നത് സമൻസ് കേസും വാറന്റ് കേസും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് കോഗ്നിസിബിലിറ്റിയുടെ ബേസിസിലാണെന്നാണ്. അതായത് കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ സമൻസ് കേസും നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ വാറന്റ് കേസും അങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നതാണ്. ഒരിക്കലും അല്ല. കോഗ്നിസിബിലിറ്റിയും നോൺ കോഗ്നിസിബിലിറ്റി, ചിലപ്പോൾ 2 വർഷത്തിന് താഴേക്ക് ശിക്ഷ വരാവുന്ന കുറ്റകൃത്യങ്ങൾ നോൺ കോഗ്നിസിബിൾ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ വരാവുന്ന കുറ്റകൃത്യങ്ങൾ നോൺ കോഗ്നിസിബിൾ ആയിരിക്കാം. അപ്പം ഈ പറയുന്ന കോഗ്നിസിബിൾ അല്ലെങ്കിൽ നോൺ കോഗ്നിസിബിളിനെ വേർതിരിക്കുമ്പോൾ അത് ആ ഒരു അടിസ്ഥാനത്തിലല്ല സമൻസ് കേസിനെ വാറന്റ് കേസിനെ നമ്മൾ അല്ലെങ്കിൽ എല്ലാ കോഗ്നിസിബിൾ കേസസും സമൻസ് കേസ് ആണെന്നോ എല്ലാ നോൺ കോഗ്നിസിബിൾ കേസസും വാറന്റ് കേസ് ആണെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതിനെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് കോഗ്നിസിബിലിറ്റിയുടെ ബേസിസിലല്ല. അടുത്തത് പറയുന്നത് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരിക്കലും അല്ല. ബെയിലിന്റെ അടിസ്ഥാനത്തിലും അല്ല സമൻസ് കേസിനെ വാറന്റ് കേസിനെ നമ്മൾ വേർതിരിക്കുന്നത്. 3, പണിഷ്മെന്റിന്റെ ബേസിസിലാണെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? പണിഷ്മെന്റ് എത്രയാണോ നോക്കിയിട്ടാണ് ഒരു കേസ് സമൻസ് കേസ് ആണോ വാറന്റ് കേസ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. 2ൽ താഴേക്ക് ശിക്ഷ വരുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ സമൻസ് കേസ് ആയിട്ടും 2ന് മുകളിലേക്ക് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വാറന്റ് കേസ് ആയിട്ടും. അതായത് പണിഷ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. അല്ലാതെ ഏത് ബെയിലബിൾ ആയിട്ടുള്ളതെല്ലാം സമൻസ് കേസ് ആണെന്നോ കോഗ്നിസിബിൾ ആയിട്ടുള്ളതെല്ലാം സമൻസ് കേസ് ആണോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്രയാണോ പണിഷ്മെന്റ്, ഇതിതാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സമൻസ് കേസ് എന്ന് വെച്ചാൽ വാറന്റ് കേസ് അല്ലാത്തതിനെയാണ് സമൻസ് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാറന്റ് കേസ് 2 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ വരാവുന്നതാണ്. അതായത് വാറന്റ് കേസിനെയും സമൻസ് കേസിനെയും വേർതിരിച്ചിരിക്കുന്നത് പണിഷ്മെന്റിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. Which of the following situation falls under the duty to assist under section 31? സെക്ഷൻ 31 ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ആരുടെ ഡ്യൂട്ടിയെ കുറിച്ചാണ് സെക്ഷൻ 31 പറയുന്നത്? നമ്മളെ പോലെയുള്ള പബ്ലിക്കിന്റെ, അല്ലെ, നമ്മളെ പോലെയുള്ള മനുഷ്യർ, ജനങ്ങള് മജിസ്ട്രേറ്റിനെയും പോലീസിനെയും ഒക്കെ ചില സാഹചര്യങ്ങള് സഹായിക്കേണ്ടതായിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 31. സെക്ഷൻ പ്രകാരം 3 സാഹചര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ 3 സാഹചര്യങ്ങളിൽ നമ്മളോട് മജിസ്ട്രേറ്റോ പോലീസോ ഒക്കെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുക, അവര് സഹായം ആവശ്യപ്പെടണം, ഡിമാൻഡ് ചെയ്യണം. അവർ ആവശ്യപ്പെടാത്ത നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഓക്കെ. പക്ഷെ അത് അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുന്നതായിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് കുറ്റം ചുമത്താനായിട്ട് സാധിക്കും, നമ്മൾ അവർ ആവശ്യപ്പെടാതെ ഇന്റർഫിയർ ചെയ്താൽ. അപ്പൊ അവർ ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത് എന്നാണ് സെക്ഷൻ 31 പറയുന്നത്.
ഇനി 3 സാഹചര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ 3 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? ആദ്യം പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി എസ്കേപ്പ് ആവുന്നത്, ഓടിപ്പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി ഓടിപ്പോകുന്നത് തടയാനോ ഓടിപ്പോയ വ്യക്തിയുടെ അറസ്റ്റ് തിരിച്ചു കൊണ്ടുവരാനോ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ പബ്ലിക്കിന് വേണമെങ്കിൽ മജിസ്ട്രേറ്റോ പോലീസോ ആവശ്യപ്പെട്ടാൽ സഹായിക്കാൻ സാധിക്കും. 2, ബ്രീച്ച് ഓഫ് പീസ്, സമാധാന ലംഘനം തടയുന്നതിന് മജിസ്ട്രേറ്റിനോ പോലീസിനോ പബ്ലിക്കിന്റെ സഹായം തേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോപ്പർട്ടീസിന് ഇഞ്ചുറി ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ബസ് ആരെങ്കിലും തല്ലിപ്പൊളിക്കുകയാണ്, KSRTC പബ്ലിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടീസിന് ആരെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തടയാനായിട്ട് പോലീസിനും മജിസ്ട്രേറ്റിനും ഒക്കെ പബ്ലിക്കിന്റെ സഹായം തേടാവുന്നതാണ്. ഈ 3 സാഹചര്യങ്ങളിലാണ് 31 പറയുന്നത് നമുക്ക് നമ്മളെ പോലെയുള്ള ജനങ്ങളുടെ സഹായം പോലീസിനും മജിസ്ട്രേറ്റിനും ആവശ്യപ്പെടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വന്നാലോ. ഓപ്ഷൻ എയിൽ പറയുന്നു, ഹെൽപ്പിംഗ് ടു അറസ്റ്റ് സംവൺ ദി പോലീസ് ആർ ഓതറൈസ്ഡ് ടു അറസ്റ്റ്. അതെ, പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് സഹായം ആവശ്യമാണെങ്കിൽ പോലീസിന് നമ്മളോട് സഹായം ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് 31 ആദ്യത്തെ പോയിന്റ്. ആദ്യം പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ അറസ്റ്റ് ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്തൊരു വ്യക്തി ഓടിപ്പോകുന്നതോ എസ്കേപ്പ് ആവുന്നതോ തടയുന്നതിനോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനോ മജിസ്ട്രേറ്റിനോ ജനങ്ങളോട് സഹായം ചോദിക്കാം. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന് ചോദിക്കാമല്ലോ. അപ്പൊ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2, അസിസ്റ്റിംഗ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ആൻ ഇഞ്ചുറി ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ പബ്ലിക് പ്രോപ്പർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആയേനെ. കാരണം സെക്ഷൻ 31 സബ്സെക്ഷൻ സിയിൽ നമ്മളോട് പറയുന്നത്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തടസ്സം ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് തടയാനായിട്ടോ പോലീസിന് മജിസ്ട്രേറ്റിനോ നമ്മുടെ സഹായം ചോദിക്കാം എന്നാണ്. ഒരിക്കലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഫോർ എക്സാമ്പിൾ, എന്റെ വാഹനം, എന്റെ ഒരു കാർ, ഞാൻ കാർ ഓടിച്ചു പോകും, അത് എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ ആ ഒരു വണ്ടി ആരെങ്കിലും അടിക്കാൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കാൻ വരുമ്പം പോലീസ് അവിടെ ഉണ്ടെങ്കിൽ പോലീസിന് ഒരിക്കലും മറ്റുള്ള ആൾക്കാരോട് ഇതിൽ ഇടപെടാനായിട്ട് സഹായം ചോദിക്കാനായിട്ട് സാധിക്കില്ല. അത് പോലീസ് ഇടപെടേണ്ട ഒരു കാര്യമാണ്. പോലീസിന് ആരെങ്കിലും സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളോട് ആവശ്യപ്പെട്ട് ഇത് തടയാനായിട്ടോ ഇതിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ടോ പറയാൻ സാധിക്കില്ല. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന്റെ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പബ്ലിക് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അത് സാധിക്കുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അതിനുള്ള റീസൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന വാക്കാണ്. ഓപ്ഷൻ സി, അസിസ്റ്റിംഗ് ഇൻ സപ്രസിംഗ് എ ബ്രീച്ച് ഓഫ് പീസ്, സമാധാന ലംഘനം, നമ്മൾ പഠിച്ചതാണ്. പോയിന്റ് ബി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. ശരിയാണ്. ഓപ്ഷൻ 4 എന്താണ് പറയുന്നത്? പ്രിവെന്റിംഗ് ഇഞ്ചുറി ടു പബ്ലിക് പ്രോപ്പർട്ടി. ഇപ്പൊ കറക്റ്റ് ആയി. പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റിനോ പോലീസിനോ ജനങ്ങളുടെ സഹായം ചോദിക്കാവുന്നതാണ്. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ സാധിക്കില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4ഉം കറക്റ്റ് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 31 ക്ലോസ് സി സ്പെസിഫിക്കലി പബ്ലിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ശരിയാവുന്നത്. അടുത്ത ചോദ്യം. ഇൻ സെക്ഷൻ 34, which of the following must be reported by every village resident to the nearest magistrate or police station? ഈ ചോദ്യം ഈ കഴിഞ്ഞ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ CPO അല്ലെങ്കിൽ WCPO എക്സാമിനാണ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 34 ഇതൊരു പുതിയ സെക്ഷൻ ആണ്, BNSSലേക്ക് ആഡ് ചെയ്യപ്പെട്ട. ഈ സെക്ഷന്റെ CRPCയിൽ ഈ സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു രീതിയിലായിരുന്നില്ല സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ സെക്ഷൻ 34 എന്താ പറയാ പറയുന്നത്, വില്ലേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസർമാരുടെയും അത്തരം ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെയും അവിടെ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെയും ചില പ്രത്യേക കർത്തവ്യങ്ങളെ കുറിച്ചാണ്, ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഡ്യൂട്ടീസ് ഇവരെന്ത് ചെയ്യണം? ചില ബന്ധപ്പെട്ട അധികാരികളെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് സെക്ഷൻ 34 പ്രകാരം പറഞ്ഞിരിക്കുന്നത്? കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം ഒരു 6ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഈ ഓപ്ഷൻ പ്രകാരം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഓപ്ഷനിൽ പറയുന്നത് ഏതൊക്കെയാണ് അത്തരത്തിൽ അവർക്ക് അറിയിക്കാൻ ഡ്യൂട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ജനറലി സെക്ഷൻ 34 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയിക്കേണ്ടത്? ആദ്യത്തെ ഓപ്ഷൻ എന്താ? പെർമനന്റ് റെസിഡൻസ് ഓഫ് എ നൊട്ടോറിയസ് റിസീവർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി. മോഷണ വസ്തുക്കൾ സ്വീകരിക്കുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരാളുടെ താമസം അവിടെ പെർമനന്റ്ലി അവിടെ താമസമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഈ വിവരം വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരെ അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് ഓഫീസറിനെയോ അറിയിക്കണമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ? നമുക്ക് സെക്ഷൻ 34 ഒന്ന് പോയാലോ. സെക്ഷൻ 34 സബ്സെക്ഷൻ എയിൽ ആദ്യം പറയുന്ന സാധനം ഇതാണ്.
പെർമനന്റ് ആകണമെന്ന് നിർബന്ധമില്ല. സെക്ഷൻ പ്രകാരം സ്ഥിരമായോ താൽക്കാലികമായോ ഉള്ള താമസമാണ് പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് ഓഫ് എ നൊട്ടോറിയസ് റിസീവർ ഓഫ് വെഞ്ചർ ഓർ റിസീവർ രണ്ടുപേരും വരുന്നുണ്ട്. അതായത് സ്ഥിരമായോ താൽക്കാലികമായിട്ടോ ഉള്ള ഒരു വിൽപ്പനക്കാരന്റെയോ അത് വാങ്ങുന്ന ആളുടെയോ, മോഷണ വസ്തുക്കൾ വിൽക്കുന്ന ആളുടെയോ വാങ്ങുന്ന ആളുടെയോ സ്ഥിരമായോ താൽക്കാലികമായോ ഉള്ള താമസം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസ് ഓഫ് എ നൊട്ടോറിയസ് റിസീവർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു രീതിയിലായിരുന്നെങ്കിലോ, ടെമ്പററി റെസിഡൻസ് ഓഫ് എ നൊട്ടോറിയസ് വെഞ്ചർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി എങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. കാരണം എന്താണ്? പെർമനന്റ് ആകാം, ടെമ്പററി ആകാം താമസം, റിസീവർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ആകാം, അല്ലെങ്കിൽ വെൻഡർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ആകാം. മോഷണം മുതൽ വാങ്ങുന്ന ആളാണെങ്കിലും ശരി, വിൽക്കുന്ന ആളാണെങ്കിലും ശരി, അവിടെ താമസിച്ചാൽ നമ്മൾ വിവരം അറിയിക്കണം. താമസം സ്ഥിരമായിട്ടാകാം, താൽക്കാലികമായിട്ടാകാം, എങ്ങനെയാണെങ്കിലും നമ്മൾ അറിഞ്ഞാൽ നമ്മൾ വിവരം അറിയിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ് ആണ്. ഇതേ സ്റ്റേറ്റ്മെന്റ് പല രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പെർമനന്റ് റെസിഡൻസ് ആകാം, ടെമ്പററി റെസിഡൻസ് ആകാം, റിസീവർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ആകാം, വെഞ്ചർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ആകാം. രണ്ടും 34A പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. 2, ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ബെയിലബിൾ ഒഫൻസ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം സെക്ഷൻ 34ന്റെ സബ്സെക്ഷൻ സിയിലാണ് ഇങ്ങനെ കുറ്റം ചെയ്യാനുള്ള ഇന്റൻഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ വിവരം അറിയിക്കണം എന്ന ഒരു ഡ്യൂട്ടി പറയുന്നത്. അവിടെ പറയുന്നത് ആരെങ്കിലും നമ്മുടെ വില്ലേജിലോ വില്ലേജിന്റെ അടുത്തോ ഒരു നോൺ ബെയിലബിൾ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞാലോ, അങ്ങനെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞാലോ ഒക്കെ നമ്മൾ അറിയിക്കണം എന്നാ പറയുന്നത്. ബെയിലബിൾ കുറ്റകൃത്യമല്ല, നോൺ ബെയിലബിൾ കുറ്റകൃത്യമാണെങ്കിൽ മാത്രമേ അറിയിക്കാനുള്ള ഡ്യൂട്ടി സെക്ഷൻ 34 പ്രകാരം വരുന്നുള്ളൂ. അത് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞാലും നമ്മൾ അറിയിക്കണം, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞു എന്ന് അറിഞ്ഞാലും നമ്മൾ അറിയിക്കേണ്ടതാണ്. പക്ഷെ അത് രണ്ടും ബെയിലബിൾ കുറ്റകൃത്യത്തിന്റെ കേസിലല്ല, പകരം നോൺ ബെയിലബിൾ കുറ്റകൃത്യത്തിന്റെ കേസിലാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അതിനുള്ള റീസൺ അവിടെ ബെയിലബിൾ എന്ന് വന്നത് കൊണ്ടാണ്. നോൺ ബെയിലബിൾ ആയിരുന്നെങ്കിൽ അതും ശരിയായേനെ. അടുത്തത്, ഡിസ്കവറി ഓഫ് എ കോപ്സ് ഇൻ എ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസസ്. എന്താണ് കോപ്സ്? ശവം. നമുക്കൊരു ശവം, ഒരു ബോഡി, ഡെഡ് ബോഡി കിട്ടിയിരിക്കുകയാണ് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ. ഇത് നമ്മൾ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എവിടെ പറയുന്നത്? ഡി ആയിട്ടാണ്. സെക്ഷൻ 34ന്റെ സബ്സെക്ഷൻ ഡിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ആദ്യം പറയുന്നത് ഒരു അസാധാരണമായ മരണം, അൺനാച്ചുറൽ ഡെത്ത് ആണ്. പിന്നെ ഡെത്ത് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസസ് ആണ്. മൂന്നാമത്തതാണ് ഡിസ്കവറി ഓഫ് എ കോപ്സ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് കോപ്സ് ഇൻ ദ വില്ലേജ് വിച്ച് ലീഡ്സ് ടു എ സസ്പീഷൻ. പിന്നെ ആരെങ്കിലും കാണാതാകുക, പെട്ടെന്ന് ഒരു വില്ലേജിൽ നിന്ന് ഒരാളെ കാണാതാകുകയാണ്, അയാൾക്ക് എതിരെ ആരോ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് സ്റ്റേഷനിലോ നമ്മൾ അറിയിക്കേണ്ടതാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 3യും എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഡിസ്കവറി ഓഫ് എ കോപ്സ് എന്നാകാം, ഡിസ്കവറി ഓഫ് എ പാർട്ട് ഓഫ് കോപ്സ് എന്നാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതെല്ലാം സെക്ഷൻ 34 സബ്സെക്ഷൻ ഡിയിൽ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത്, ഒക്കറൻസ് ഓഫ് എ നോൺ ബെയിലബിൾ ഒഫൻസ് ഇൻ ദ വില്ലേജ്. അത് കറക്റ്റ് ആണ്. ജാമ്യം ലഭിക്കാത്ത നോൺ ബെയിലബിൾ ഓഫൻസ് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ അറിയിക്കണം. അത് പോയിന്റ് സിയിൽ പറയുന്നതാണ്. പോയിന്റ് സിയിൽ പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആരെങ്കിലും ചെയ്താലോ, ആർക്കെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നോ ഇന്റൻഷൻ ഉണ്ടെന്നോ നിങ്ങൾ അറിഞ്ഞാലോ അറിയിക്കണം എന്നാണ്. അപ്പം പോയിന്റ് 4 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് 1ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. ഇവിടെയും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ്. എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്? എ പ്രൊക്ലെയിംഡ് ഒഫൻഡർ അണ്ടർ സെക്ഷൻ 34 includes persons proclaimed in other parts of India where the Sanhita does not extend. നമ്മുടെ സെക്ഷൻ 34ന്റെ എക്സ്പ്ലനേഷൻ എന്നല്ല, സെക്ഷൻ 34ന്റെ സബ്സെക്ഷൻ 2 രണ്ടാമത്തെ സബ്സെക്ഷനിൽ അതിന്റെ ആ ഒരു സെക്ഷനിൽ വാക്കുകൾ വിശദീകരിക്കുന്ന ഒരു സബ്സെക്ഷൻ ആണത്. ആ സബ്സെക്ഷന്റെ ക്ലോസ് 2 രണ്ടാമത്തെ ക്ലോസ് ആയിട്ട് പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് പറയുന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ആരാണ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ? പ്രഖ്യാപിത കുറ്റവാളി. നമുക്ക് പ്രൊക്ലമേഷൻ ആൻഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ BNSSലുണ്ട്. ഈ ചാപ്റ്ററിന് പ്രകാരം നമ്മൾ വാറന്റ് നടപ്പിലാക്കാത്ത, വാറന്റ് പാലിക്കാത്ത വ്യക്തികളെ പിടികിട്ടാ പുള്ളികളായിട്ട് അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്ത് ചെയ്യും? ആര് കണ്ടാലും, ജനങ്ങളെ നമ്മൾ ആര് കണ്ടാലും എന്നുള്ള ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ നമ്മൾ അയക്കുന്ന ഈ സാഹചര്യത്തിലാണ്, ആര് കണ്ടാലും അയാളെ നമ്മൾ എന്ത് ചെയ്യണം? പിടികൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പൊ ഇതാണ് പ്രൊക്ലെയിംഡ് ഒഫൻഡറിന്റെ കൺസെപ്റ്റ്. അപ്പൊ ആരാണ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് സെക്ഷൻ 34 സബ്സെക്ഷൻ 2 രണ്ടാമത്തെ ക്ലോസിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ BNSS നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ BNSS നിലവിലുള്ള സ്ഥലത്ത് കോടതികൾ പ്രഖ്യാപിക്കുന്ന പ്രൊക്ലെയിംഡ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന എല്ലാ കുറ്റവാളികളും പ്രൊക്ലെയിംഡ് ഒഫൻഡേഴ്സ് ആണ്. ഇത് കൂടാതെ ഇന്ത്യക്ക് പുറത്തുള്ള കോടതികളാണെങ്കിൽ പോലും ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലത്തും ആരെങ്കിലും ഒരാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡറായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അത് പ്രഖ്യാപിക്കാനായിട്ട് ആ വ്യക്തി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്താണോ അത് ഇന്ത്യയിലും കുറ്റകൃത്യമാണ്. ആ പണിഷ്മെന്റ് എത്രയായിരിക്കണം? ഇന്ത്യയിൽ ആ പ്രതി അവിടെ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ ഒരാളെ എന്താ പറയാ ഒരു ഇന്ത്യൻ പൗരനായിക്കോട്ടെ, ഇന്ത്യൻ പൗരനെ അമേരിക്കയിൽ പ്രഖ്യാപിത കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കരുതുക അവിടുത്തെ കോടതി. അപ്പൊ അതേ പ്രതി ആ വ്യക്തി ഇന്ത്യയിലും പ്രഖ്യാപിത കുറ്റവാളിയായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. എപ്പോഴും അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് അറിയാമോ? എന്ത് കുറ്റകൃത്യമാണോ അയാൾ അമേരിക്കയിൽ ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യയിലും കുറ്റകൃത്യമായിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അതിന് ഇന്ത്യയിൽ ആ വ്യക്തി അമേരിക്കയിൽ ചെയ്ത കുറ്റകൃത്യം എന്താണോ അത് ഇന്ത്യയിൽ കുറ്റകൃത്യമാണ് എന്ന് മാത്രമല്ല അതിന് ലഭിക്കുന്ന ശിക്ഷ 10 വർഷത്തിന് മുകളിലേക്കായിരിക്കണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ പുറത്തു ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ അവിടെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷൻ 34 സബ്സെക്ഷൻ 2 ക്ലോസ് 2 പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് proclaimed offender under section 34 includes persons proclaimed in other parts of India where the Sanhita does not extend. Correct ആണ്. proclaimed offender എന്ന് പറയുന്ന വാക്കിൽ ആരും ഉൾപ്പെടാം. ഇന്ത്യക്ക് പുറത്ത് proclaimed offender ആയി പ്രഖ്യാപിച്ച ആൾക്കാരെ വേണമെങ്കിലും ഉൾപ്പെടാം. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? such proclamation is relevant only if the act would be punishable with at least 10 years imprisonment, life imprisonment or death under this Sanhita. ശരിയല്ലേ? അവിടെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് പ്രഖ്യാപിച്ച ഒരാളെ ഇവിടെയും നമ്മൾ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അത് എപ്പോൾ മാത്രമാണ് ആ പ്രൊക്ലമേഷൻ ഇന്ത്യയിൽ നിലവിൽ റെലവെന്റ് ആവുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് വാലിഡിറ്റി കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്? അയാൾ അവിടെ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന് അവിടെ എത്ര ശിക്ഷ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ അതിന്റെ ശിക്ഷ 10 വർഷത്തിന് മുകളിലേക്കോ ജീവപര്യന്തമോ വധശിക്ഷയോ ആയിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ഒരാൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെയ്യുകയും അവിടെ അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സും ഒരുമിച്ച് വായിക്കുമ്പോൾ രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻസർ എന്താണ്? 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്ഷൻ 34 സബ്സെക്ഷൻ 2 ക്ലോസ് 2 ഈ പറയുന്ന ക്വസ്റ്റ്യൻ വരുന്ന റെലവെന്റ് ആയിട്ടുള്ള സെക്ഷൻ കിടക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ എക്സ്പ്ലനേഷനിൽ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 34 സബ്സെക്ഷൻ 2 ക്ലോസ് 2 ഈ പറയുന്ന പ്രൊക്ലെയിംഡ് ഒഫൻഡറിന്റെ ഡെഫിനേഷൻ കിടക്കുന്നത്. ആ ഡെഫിനേഷൻ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അണ്ടർ സെക്ഷൻ 39 39 കുറിച്ചാണ് പറയുന്നത്. 39 വന്നപ്പം അറസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻസ്. അപ്പോൾ അണ്ടർ സെക്ഷൻ 39 എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് for a non-cognizable offense without a warrant solely to ascertain identity. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ കുട്ടികളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസിന്റെ കേസിലുള്ള അറസ്റ്റ്. നമുക്കറിയാം പോലീസിന് ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യത്തില് സെക്ഷൻ 35 പ്രകാരം പോലീസിന് ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 35 പറയുന്ന കണ്ടീഷൻസ് പാലിക്കപ്പെടുമ്പോൾ. അല്ലാത്ത സാഹചര്യങ്ങളിൽ കോഗ്നിസിബിൾ ജനറലി നമ്മൾ പഠിക്കുന്നത് എന്താ? കോഗ്നിസിബിൾ ആണെങ്കിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നും നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ വാറണ്ടോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാണ്. പക്ഷേ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളാണെങ്കിൽ പോലും 35 പറയുന്ന കണ്ടീഷനിൽ പെടാത്ത കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കോഗ്നിസിബിളിലും നമുക്ക് കോടതിയുടെ ഉത്തരവോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോൺ കോഗ്നിസിബിളില് കോടതിയുടെ അനുവാദമില്ലാതെ അറസ്റ്റ് ചെയ്യാനേ സാധിക്കില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സെക്ഷൻ 39 കടന്നുവരവ്. സെക്ഷൻ 39 പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ വെച്ച് ഒരാൾ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം അയാൾ കുറ്റകൃത്യം ചെയ്തു, അത് നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യമാണ്. പക്ഷെ നോൺ കോഗ്നിസിബിൾ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് പോയി എന്ത് ചെയ്യാൻ സാധിക്കില്ല? കോടതിയുടെ അനുവാദമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. വാറണ്ടിന്റെ ആവശ്യകതയുണ്ട്. പക്ഷെ നമ്മൾ ഈ വ്യക്തിയുടെ അയാൾ കുറ്റകൃത്യം ചെയ്തുവല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് ഇയാളുടെ പേര് വിവരങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? എഴുതി വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ചോദിച്ച് മനസ്സിലാക്കി എഴുതിയെടുക്കണം.
കൺസിഡർ ചെയ്യുക, ഒരു പ്രതി, ഞാനൊരു പോലീസാണ്, ഒരു വ്യക്തി എന്റെ മുൻപിൽ വെച്ചൊരു നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ നിലവിൽ സാധിക്കില്ല, കാരണം എന്റെ കയ്യിൽ വാറണ്ട് ഇല്ല. അതുകൊണ്ട് ഞാൻ ചെന്നു വാറണ്ട് വാങ്ങാനായിട്ട്, ഇയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് വേണം എനിക്ക് കോടതിയിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുകൊടുത്ത് വാറണ്ട് വാങ്ങാനായിട്ട്. അപ്പൊ ഞാൻ അടുത്ത് ചെന്ന് ഇയാളോട് പേര് ചോദിക്കുമ്പോൾ ഇയാൾ എനിക്ക് പേരും അഡ്രസ്സും തരാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തെറ്റാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു പേരും അഡ്രസ്സുമാണ് ആ വ്യക്തി തന്നിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയെങ്കിൽ ഇയാളെ കോടതിയുടെ വാറന്റ് ഇല്ലാതെ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ കോഗ്നിസബിൾ ആണെങ്കിലും നോൺ കോഗ്നിസബിൾ ആണെങ്കിലും പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യാം, അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങളില് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുറ്റകൃത്യം ചെയ്തതിന് വേണ്ടിയിട്ടല്ല. കോഗ്നിസബിൾ കുറ്റകൃത്യത്തിൽ നമ്മളൊരു പ്രതി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള റീസൺ അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്നതാണ്. എന്നാൽ നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണോ അല്ലെങ്കിൽ ഏതാണോ എന്നല്ല, അയാൾ നമുക്ക് പേരും വിവരവും തന്നില്ല എന്ന കാരണത്താലാണ്. എപ്പോൾ അയാൾ നമുക്ക് പേരും വിവരവും തരുന്നുവോ ആ നിമിഷം നമ്മൾ അയാളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പേര് വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് അല്ല ഇത്. അതായത് നോൺ കോഗ്നിസബിൾ കേസ് ചെയ്തത് കൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തതല്ല. നോൺ കോഗ്നിസബിൾ കേസ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ എന്താ പറയാ പ്രൊസീജിയേഴ്സിലേക്ക് കടന്ന് വാറണ്ട് ഒക്കെ വാങ്ങാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേര് വിവരം ചോദിച്ചപ്പോൾ അത് തന്നില്ല. അത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 39 പോലീസ് ഒരു പ്രതിയെ വാറണ്ട് ഇല്ലാതെ നോൺ കോഗ്നിസബിൾ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പോലീസ് നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് കുറ്റകൃത്യം ചെയ്തതിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു കാരണത്തിനും അല്ല. മറ്റൊരു കാരണത്തിൽ അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. എപ്പോൾ മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ആ വ്യക്തിയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട്. ഐഡന്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരും അഡ്രസ്സുമാണ്. പേരും അഡ്രസ്സും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നോൺ കോഗ്നിസബിൾ കേസിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, if the true name and address cannot be ascertained within 48 hours, the person must be forwarded to the nearest magistrate. ഈ സ്റ്റേറ്റ്മെന്റ് പകുതി ശരിയാണ്. അതായത് നമ്മളൊരു പ്രതിയെ, ഒരു വ്യക്തി നോൺ കോഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്തു, പേര് വിവരങ്ങൾ ചോദിച്ചു, തരാൻ തയ്യാറായില്ല, നമുക്ക് അറസ്റ്റ് ചെയ്യാം വാറണ്ട് ഇല്ലാതെ. വാറണ്ട് ഇല്ലാതെ നമ്മൾ അറസ്റ്റ് ചെയ്ത് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ സമയമാണ് ഇയാളുടെ പേരും വിവരവും മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ പേരും വിവരം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ഈ വ്യക്തി നമുക്ക് കറക്റ്റായിട്ടുള്ള പേര് വിവരം തന്നില്ല എന്നാണെങ്കിൽ നമ്മൾ നേരെ ഇയാളെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അതിനുള്ള റീസൺ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു പ്രതിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാറണ്ട് ഇല്ലാതെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ വെക്കാൻ പറ്റും. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പകുതി ശരിയാ. കാരണം എന്താണ്? പേരും വിവരവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ശരിയാണ്. സമയപരിധി തെറ്റാണ്. 48 മണിക്കൂർ സമയം നമുക്കില്ല, 24 മണിക്കൂർ സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് ഈ കേസിലെന്നല്ല. ഇനി നിങ്ങൾ ജനറലി അങ്ങ് മനസ്സിലാക്കി വെച്ചോളൂ. ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാക്സിമം പോലീസിന് ആ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കുക 24 മണിക്കൂർ മാത്രമാണ്. ഇവിടെ 48 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി മാറുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? 24 hours ആണ് ടൈം ലിമിറ്റ്. അടുത്ത ചോദ്യം നമ്മുടെ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാൻഡ് കഫ്, അതായത് വിലങ്ങിടുന്നതിനുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില അവകാശങ്ങളൊക്കെ നമ്മുടെ വ്യക്തികൾക്കുണ്ട്. അപ്പൊ ആ അവകാശം അല്ലെങ്കിൽ ആ അവകാശം കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു സെക്ഷൻ, ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഹാൻഡ്കഫ് മേ ബി യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അറസ്റ്റ് ഓർ കോർട്ട് പ്രൊട്ടക്ഷൻ ഇഫ് ദി അക്യൂസ്ഡ് ഈസ്. എപ്പോഴാണ് നമുക്ക് ഹാൻഡ്കഫ് പ്രതികളിൽ ധരിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. ആദ്യം അതിനകത്ത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എയിൽ പറയുന്നു എ ഹാബിച്വൽ ഓർ റിപ്പീറ്റ് ഒഫൻഡർ. സ്ഥിരം കുറ്റവാളികളുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ്? ഹാൻഡ് കഫ് ധരിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്? അക്യൂസ്ഡ് ഓഫ് മർഡർ, റേപ്പ്
ആസിഡ് അറ്റാക്ക്, ഇത്തരം കുറ്റകൃത്യങ്ങൾ, അതായത് മർഡറോ റേപ്പോ ആസിഡ് അറ്റാക്കോ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ചെയ്യുന്ന പ്രതികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡ് കഫ് ധരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 3, അക്യൂസ്ഡ് ഓഫ് കൗണ്ടർഫീറ്റിംഗ് കറൻസി നോട്ട്സ്, കള്ളനോട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറ്റവാളികളെ നമുക്ക് ഹാൻഡ് കഫ് ധരിക്കാൻ സാധിക്കും. ഓപ്ഷൻ 4 പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 4 പറയുന്നു, അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് പണിഷബിൾ വിത്ത് ലെസ് ദാൻ 3 years ഇംപ്രിസൺമെന്റ്, 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന, 3 വർഷത്തിൽ താഴെയാണ്, ലെസ് ദാൻ 3 years, 3ൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികളെ നമുക്ക് ഹാൻഡ് കഫ് ധരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 4 പറയുന്നത്. എവിടെയാണ് ഈ ഹാൻഡ് കഫുമായി ബന്ധപ്പെട്ട സെക്ഷൻ എവിടെയാണെന്ന് പറയുന്നത്? BNSSന്റെ സെക്ഷൻ 43 എങ്ങനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 43. അറസ്റ്റ് ഹൗ മെയ്ഡ് എന്നാണ് സെക്ഷന്റെ ഹെഡിങ്. അപ്പൊ ഈ സെക്ഷൻ 43ന്റെ സബ്സെക്ഷൻ 3 ഉപവകുപ്പ് 3 ഹാൻഡ് കഫുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ കിടക്കുന്നത്. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 21, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21ലും നമ്മുടെ ഒരു ഭരണഘടനയുടെ അവകാശമായി, നമ്മുടെ മൗലിക അവകാശമായി തന്നിരിക്കുന്ന ഒരു അവകാശമാണ് ഹാൻഡ് കഫ് ധരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില സെക്ഷൻസിൽ, ചില സിറ്റുവേഷൻസിൽ ഹാൻഡ് കഫ് ധരിക്കാൻ സാധിക്കും. BNSSൽ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്ന് വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് നമുക്ക് 43ന്റെ ഉപവകുപ്പ് 3 കൂടുതലായി വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് കുറ്റകൃത്യത്തിന്റെ തീവ്രതയും അതിന്റെ നേച്ചറും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഹാൻഡ് കഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴൊക്കെയാണ് ഹാബിച്വൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ഒഫൻഡർ, സ്ഥിരം കുറ്റവാളികളുടെ കേസിൽ പോലീസിന് ഹാൻഡ് കഫ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇവിടെ അടുത്ത് പറയുന്നത്, രക്ഷപ്പെട്ട് എസ്കേപ്ഡ് കൺവിക്ട്, ഇപ്പൊ നമ്മുടെ ഗോവിന്ദചാമി ജയിൽ ചാടിയില്ലേ, അയാളെ ഇനി പിടിക്കുന്ന സമയത്ത് ഹാൻഡ് കഫ് ധരിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ക്രൈം, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഡ്രഗ് റിലേറ്റഡ് വരുന്ന ക്രൈം, ആംസ് ആൻഡ് അമ്യൂണിഷൻ, തോക്ക്, വാള്, അങ്ങനെ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, വെപ്പൺസ്, അത് സൂക്ഷിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്ത ആൾക്കാര്, മർഡർ, റേപ്പ്, ആസിഡ് അറ്റാക്ക്, ഈ 3 കുറ്റകൃത്യങ്ങൾ വരുന്ന കേസുകളിലും ഹാൻഡ് കഫ് ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അടുത്തത് കൗണ്ടർഫീറ്റിംഗ് ഓഫ് കറൻസി നോട്ട്സും കോയിൻസും, ഇത് വരുന്ന കേസിലെ പ്രതികളെയും ഹാൻഡ് കഫ് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, ഒഫൻസസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. അതായത് ആ സെക്ഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോഴൊക്കെ ഹാൻഡ് കഫ് ധരിക്കാമെന്ന്. അത് അങ്ങനെയും മനസ്സിലാക്കി പഠിച്ചു വെക്കുക, കാണാതെ ഓരോ വാക്കും മനസ്സിലാക്കി വെക്കാം. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ തീവ്രമായ കുറ്റകൃത്യങ്ങളാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികളെ ആയിരിക്കും നമ്മൾ ഹാൻഡ് കഫ് ധരിക്കാം. ഇവിടെ നമ്മുടെ 4ാമത്തെ ഓപ്ഷനിൽ പറയുന്നത് 3 വർഷത്തിൽ താഴെ പണിഷ്മെന്റ് വരുന്ന കുറ്റകൃത്യങ്ങൾ എന്നാണ്. ഓർക്കുക, 3 വർഷത്തിൽ താഴെ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുറ്റകൃത്യങ്ങളാണ്, അത്രയും സീരിയസ് അല്ല. 3 വർഷത്തിന് താഴെ പണിഷ്മെന്റ് വരുന്ന കുറ്റകൃത്യങ്ങൾ, ഈ പോക്കറ്റ് അടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രതികളെ എന്ത് ചെയ്യില്ല, ഹാൻഡ് കഫ് ധരിപ്പിക്കാറില്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 43 സബ്സെക്ഷൻ 3 ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഏകദേശം 7 വർഷം അല്ലെങ്കിൽ മിനിമം 5 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്, 3ൽ താഴെയല്ല എന്തായാലും. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. 1ഉം 2ഉം 3യുമാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, ക്ലോസ് 3യിലാണ്, സെക്ഷൻ 43 ക്ലോസ് 3 ആണ് കേട്ടോ. സെക്ഷൻ 43 ക്ലോസ് 3യിലാണ് ഏതൊക്കെയാണ് സ്പെസിഫിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അവിടെ ലെസ് ദാൻ 3 years വരുന്ന ഒരു കുറ്റകൃത്യങ്ങളും വിശദീകരിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, when a police station in charge directs a subordinate to arrest someone without warrant under section 55, അതായത് എപ്പോഴാണ് ഒരു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ തന്റെ സബോർഡിനേറ്റിനോട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ തനിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സബോർഡിനേറ്റിലേക്ക് കൈമാറുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 55ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു പോലീസ് ഓഫീസറിൽ അയാളുടെ പേര്, ഒരു വാറണ്ട്, പോലീസ് ഓഫീസർക്ക് ഒരു വാറണ്ട് ലഭിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥന് തനിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട ഒരാളെ, തനിക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ അധികാരം തന്റെ സബോർഡിനേറ്റ് ഓഫീസറിലേക്ക് കൈമാറാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ കൈമാറുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ കെയർഫുള്ളി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. BNSS പ്രകാരം അത്രയും കെയർഫുള്ളി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, നമുക്കുള്ളൊരു അധികാരം, അത്രയും കെയർഫുള്ളി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു അധികാരം നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറുമ്പം
അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് സെക്ഷൻ 55 ഒരു പോലീസ് ഓഫീസർ ഇത്തരത്തിലൊരു അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സെക്ഷൻ 55 പറയുന്നത്? ഒരു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥനോ തന്റെ സബോർഡിനേറ്റിലേക്ക് തനിക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൈമാറണമെങ്കിൽ അദ്ദേഹം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഓർഡർ എഴുതി സബോർഡിനേറ്റ് ഓഫീസറിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ താൻ അധികാരം തരികയാണ് എന്ന രീതിയിൽ ഒരു ഓർഡർ എഴുതി തന്നെ, റൈറ്റിംഗിൽ തന്നെ, വിളിച്ചു പറയുകയൊന്നും പോരാ, റൈറ്റിംഗിൽ തന്നെ സബോർഡിനേറ്റ് ഓഫീസറിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആദ്യത്തെ നടപടിക്രമം. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കേണ്ടതായിട്ടുണ്ട്? ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. എന്ത് കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയോട്, ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥൻ ആരാണോ അയാൾ എന്ത് ചെയ്യണം? ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആളെ, ആരെയാണോ അയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അയാളോട് ഈ പറയുന്ന ഓർഡറിന്റെ സാരാംശം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നും സെക്ഷനിൽ പറയുന്നുണ്ട്. കൂടാതെ ആ വ്യക്തി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഓർഡറിന്റെ ഒരു കോപ്പി കാണിച്ചു കൊടുക്കണമെന്നും സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് 4 കാര്യങ്ങളാണ് സെക്ഷൻ 55 പറയുന്നത്. എന്തൊക്കെയാണത്? 1, ഒരു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ അധികാരം വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ്. ശ്രദ്ധിക്കാം, വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൈമാറുന്നതിനെ കുറിച്ച് മറ്റൊരു സെക്ഷനിലാണ് വിവരിക്കുന്നത്. സെക്ഷൻ 55 പറയുന്നത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൈമാറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൈമാറുമ്പോൾ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? ഒരു ഓർഡർ വഴി വേണം ഈ അധികാര കൈമാറ്റം, അതും എഴുതി തയ്യാറാക്കിയ ഒരു ഓർഡർ വഴി വേണം ഈ അധികാര കൈമാറ്റം നടക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഓർഡറിനകത്ത് ആരെ അറസ്റ്റ് ചെയ്യണമെന്നും എന്ത് കുറ്റകൃത്യത്താലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയിരിക്കണം. ഇനി അറസ്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ഓർഡറിന്റെ സാരാംശം എന്താണെന്നുള്ളത് വ്യക്തിയോട് പറഞ്ഞു കൊടുക്കണം. അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓർഡർ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതാണ് സെക്ഷൻ 55. ഇനി സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചാലോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഓർഡർ എഴുതിയതായിരിക്കണം എന്നാണ്. ശരിയാണ്, ഓർഡർ എഴുതിയതായിരിക്കണം, നമ്മൾ മനസ്സിലാക്കി. 2, സബോർഡിനേറ്റ് ഓഫീസർ മസ്റ്റ് ഇൻഫോം ദി അക്യൂസ്ഡ് ഓഫ് ദി സബ്സ്റ്റൻസ് ഓഫ് ദി ഓർഡർ. ശരിയല്ലേ? സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥൻ അക്യൂസ്ഡിനോട് എന്താണ് തന്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എന്ന സാരാംശം വിവരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. 3, അക്യൂസ്ഡ് ഹാസ് നോ റൈറ്റ് ടു സീ ദ റിട്ടേൺ ഓർഡർ. അത് ശരിയാണോ? ഓർഡർ കാണാനുള്ള അവകാശം ആ വ്യക്തിക്കില്ലേ? അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആൾക്ക് ഓർഡർ അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ ഓർഡർ കാണിച്ചു കൊടുക്കണമെന്നാണ് സെക്ഷൻ 55 പറയുന്നത്. അതായത് ഓർഡർ കാണാനുള്ള ഒരു അധികാരം ആ വ്യക്തിക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 4 എന്താ പറയുന്നത്? ദി അക്യൂസ്ഡ് മേ ഡിമാൻഡ് ടു സീ ദ ഓർഡർ. ശരിയാണ്, ആ അക്യൂസ്ഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ കാണാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഉദ്യോഗസ്ഥൻ അത് കാണിച്ച് കൊടുക്കുകയും വേണം. അതായത് സ്റ്റേറ്റ്മെന്റ് 1, 2, 4 കറക്റ്റ് ആണ്. ഇവിടെയും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. ക്ലിയർ അല്ലേ? എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് സെക്ഷൻ 43 സബ്സെക്ഷൻ 4 ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അണ്ടർ സെക്ഷൻ 43 സബ്സെക്ഷൻ 4 ഡെഡ്ലി ഫോഴ്സ് ഡ്യൂറിംഗ് അറസ്റ്റ് ഈസ് പ്രൊഹിബിറ്റഡ് അണ്ടർ. അതായത് സെക്ഷൻ 43 നമ്മൾ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന സെക്ഷനാണ് 43. അവിടെ സബ്സെക്ഷൻ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രതിയെ, നമുക്കറിയാം അവിടെ നമ്മൾ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാൾ അറസ്റ്റിനെ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന വണ്ണം, അയാളുടെ എതിർപ്പിനെ തടയാൻ ആവശ്യമെന്ന വണ്ണമുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അയാളെ ബലം പ്രയോഗിച്ച് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, അയാളെ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേ സെക്ഷന്റെ 43 തന്നെ സബ്സെക്ഷൻ 4 വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡെഡ്ലി ഫോഴ്സ്, അതായത് ഒരാളെ കൊല്ലത്തക്ക വണ്ണം നമുക്ക് ബലപ്രയോഗം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ അയാൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്താണ്? ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ബലപ്രയോഗം വേണമെങ്കിൽ അയാളുടെ മരണത്തിൽ കലാശിക്കുന്ന രീതിയിൽ ആയാലും പ്രശ്നമില്ല. ഇങ്ങനൊരു എക്സെപ്ഷൻ കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ആവശ്യമായ ഫോഴ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ സബ്സെക്ഷൻ 4 വ്യക്തമായിട്ട് പറയുന്നുണ്ട്
ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെന്റോ വഴി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ചെയ്തൊരു പ്രതിയെ അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പം അയാളെ എതിർക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു നിവൃത്തിയും ഇല്ല എന്നാണെങ്കിൽ, അയാളുടെ കൊലപാതകം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളെ കൊല്ലപ്പെടുത്തുന്ന രീതിയിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് എൻകൗണ്ടർ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിൽ പോലീസിന്റെ എക്സെപ്ഷൻ. അത് പ്രതി രക്ഷപ്പെടാൻ പോകുമ്പോൾ പോലീസ് വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, എൻകൗണ്ടർ ചെയ്യുന്ന കേസുകളിൽ പലപ്പോഴും പോലീസ് ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഈ സെക്ഷനിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, ദി അക്യൂസ്ഡ് ഈസ് ആംഡ് വിത്ത് എനി വെപ്പൺ. അക്യൂസ്ഡിന്റെ കയ്യിൽ എന്തെങ്കിലും വെപ്പൺ ഉണ്ടെങ്കിൽ പോലീസിന് ഡെഡ്ലി ഫോഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. അങ്ങനെ ഒരു അധികാരം പോലീസിന് സെക്ഷൻ 43 സബ്സെക്ഷൻ 4 കൈമാറിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ദി അക്യൂസ്ഡ് ഈസ് എസ്കേപ്പിംഗ് കസ്റ്റഡി. രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും ഫോഴ്സ്, അതായത് ഏതൊരു കേസിലും, ഫോർ എക്സാമ്പിൾ ഒരു മോഷണ കേസിൽ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലീസിന് ഒരിക്കലും അയാളുടെ കൊലപാതകം ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അയാളെ കൊല്ലത്തൊക്കെ വണ്ണമുള്ള ഫോഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം എല്ലാ കേസിലും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ എസ്കേപ്പ് തടയാൻ എത്ര ഫോഴ്സ് ആവശ്യമാണോ അത്രയും ഫോഴ്സ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ അയാളെ കൊല്ലാനായിട്ട് ആ ഒരു ഫോഴ്സിൽ നമുക്ക് പറ്റില്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് ബി തെറ്റാണ്. അടുത്തത്, ദി അക്യൂസ്ഡ് ഈസ് ചാർജ്ഡ് വിത്ത് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അത് ശരിയല്ലേ? ഡെത്തോ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ വഴി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു പ്രതിയാണെങ്കിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അയാൾ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കൊലപാതകത്തിലേക്ക് വരെ നയിക്കാവുന്ന ഫോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ഹെവി ആയിട്ട് അത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും കോടതിയിൽ. എന്ത് കാരണത്താലാണ് ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ സ്ട്രോങ് എവിഡൻസ് കൊടുത്ത് പോലീസ് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് സി അല്ലെങ്കിൽ ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി, ദി അക്യൂസ്ഡ് ഈസ് റെസിസ്റ്റിംഗ് അറസ്റ്റ്. എപ്പോൾ റെസിസ്റ്റ് ചെയ്താലും നമുക്ക് ഡെഡ്ലി ഫോഴ്സ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. നോർമൽ റെസിസ്റ്റൻസിൽ നമ്മൾ അത് തടയത്തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഡെഡ്ലി ഫോഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുക ഡെത്തോ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ വഴി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ചെയ്ത പ്രതികൾ വളരെ വലിയ രീതിയിൽ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അവരെ കൊല്ലുന്ന രീതിയിലുള്ള ഫോഴ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. അപ്പം സ്റ്റേറ്റ്മെന്റ് സി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 9, സെക്ഷൻ 66 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 66 സമൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. 66 എന്താ പറയുന്നത്? Section 66 permits leaving a summons with an adult family member when person cannot be found. But സെക്ഷൻ 66 ഒരു അമെൻഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ CRPC നിന്നും വ്യത്യസ്തമായിട്ട് BNSSലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു സെക്ഷനാണ്. ചെറിയൊരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ ഡിഫറൻസിന്റെ ഇംപ്ലിക്കേഷൻ, അതിന്റെ ഒരു അർത്ഥം വളരെ വലുതാണ്. അതായത് സെക്ഷൻ 66 നിലവിൽ BNSSൽ ഉണ്ടായിരുന്ന ഇതേ സെക്ഷൻ CRPCയിലും അതേപടി ഉണ്ടായിരുന്നു. സെക്ഷൻ 64 ആയിരുന്നു CRPCയിൽ ഈ സെക്ഷൻ. 64 CRPC പ്രകാരം നമ്മൾ ആർക്കാണോ കോടതി സമൻസ് അയക്കുന്നത് ആ വ്യക്തിക്ക് സാധാരണഗതിയിൽ നമ്മൾ സമൻസ് അയച്ചത് എക്സിനാണെങ്കിൽ എക്സിന് നേരിട്ട് വേണം നമ്മൾ സമൻസ് കൊണ്ട് കൊടുക്കാനായിട്ട്. ഇനി എക്സിനെ നമുക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എക്സിന്റെ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും നമുക്ക് സമൻസ് കൊണ്ട് കൊടുക്കാം. ഇതാണ് സെക്ഷൻ 64 CRPCയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് എക്സിന്റെ ഫാമിലിയിൽ എക്സിനോടൊപ്പം താമസിക്കുന്ന, എക്സിന്റെ കൂടെ താമസിക്കുന്ന എക്സിന്റെ ഫാമിലി മെമ്പറിലെ ഏതെങ്കിലും ഒരു മുതിർന്ന പുരുഷനായ ഒരു അഡൾട്ട് മെയിൽ മെമ്പറിലേക്കാണ് നമുക്ക് സമൻസ് കൈമാറാൻ സാധിക്കുക എന്നാണ് സെക്ഷൻ 64 CRPCയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീകൾക്ക്, മുതിർന്ന സ്ത്രീകൾക്ക് ഒരു വ്യക്തിയുടെ സമൻസ് മറ്റൊരു വ്യക്തിക്ക്, തന്റെ കൂടെ തന്റെ വീട്ടിൽ താമസിക്കുന്ന തന്റെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വരുന്ന സമൻസ് കൈപ്പറ്റാൻ അധികാരം നൽകിയിരുന്നില്ല 64. എന്നാൽ BNSSലേക്ക് വന്നപ്പം ആ ഒരു ജെൻഡർ ഡിഫറൻസ് റിമൂവ് ചെയ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു അഡൽട്ട് ആയിട്ടുള്ള ആർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ മുതിർന്ന ആർക്കും, 18 വയസ്സ് പൂർത്തിയായ അഡൽട്ട് ആയിട്ടുള്ള ആർക്കും ആ വ്യക്തിയോടൊപ്പം, ആരുടെ പേരിലാണോ സമൻസ് വന്നിരിക്കുന്നത് ആ വ്യക്തിയോടൊപ്പം താമസിക്കുന്ന, അയാളോടൊപ്പം റിസൈഡ് ചെയ്യുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്, അയാളോടൊപ്പം താമസിക്കുന്ന മുതിർന്ന ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കണം. അയാളോടൊപ്പം താമസിക്കുന്ന അയാളുടെ കൂട്ടുകാരനെ സമൻസ് റിസീവ് ചെയ്യാൻ പറ്റില്ല, ഫാമിലി മെമ്പർ ആയിരിക്കണം. മുതിർന്ന ഫാമിലി മെമ്പർ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? സമൻസ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ദിസ് ഇൻക്ലൂഡ്സ് ഡൊമസ്റ്റിക് സെർവൻസ് ഇഫ് ദേ ലീവ് ഇൻ ദ സെയിം ഹൗസ്. ഇനി
സെക്ഷൻ 66 ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് നിങ്ങളോടൊപ്പം താമസിക്കുന്ന നിങ്ങളുടെ സർവൻസ്, ഓക്കെ, എക്സ്പ്രസ്ലി അവിടെ പറയുന്നുണ്ട്, സർവൻസുകളെ ഒരിക്കലും നമ്മൾ ആരായിട്ട് കാണില്ല, ഫാമിലി മെമ്പർ ആയിട്ട് കാണില്ല. ഫോർ എക്സാമ്പിൾ, പല വീടുകളിലും വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, വീട്ടിൽ നമ്മളോടൊപ്പം താമസിച്ച് നമുക്ക് ജോലി ചെയ്തു തരുന്ന നമ്മളുടെ ഡൊമസ്റ്റിക് സർവന്റുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് സർവന്റുകൾ നമ്മളോടൊപ്പമാണ് താമസിക്കുന്നത്. പക്ഷെ എന്ന കാരണത്താൽ ഒരിക്കലും നമ്മൾ അവരുടെ ഫാമിലി മെമ്പർ ആവില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് സർവൻസിന് നമുക്ക് വേണ്ടി സമൻസ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഓപ്ഷൻ എ അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ബി, ദിസ് എക്സ്ക്ലൂഡ് സെർവൻസ് ഈവൻ ഇഫ് റിസൈഡിങ് ഇൻ ദി ഹൗസ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സർവൻസിനെ ഇൻക്ലൂഡ് ചെയ്യില്ല, നിങ്ങളോടൊപ്പം താമസിക്കുകയാണെങ്കിൽ പോലും സർവൻസിനെ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്ഷൻ 66 പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ബിയിലും പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് സി, ദിസ് ഈസ് വാലിഡ് ഓൺലി ഇഫ് ദ ഫാമിലി മെമ്പർ ഈസ് എബവ് 21 years ഓഫ് ഏജ്. ഒരിക്കലും അല്ല. സെക്ഷൻ 66 പ്രകാരം ഒരു ഫാമിലി മെമ്പറിന്, അഡൽട്ട് ഫാമിലി മെമ്പറിന് സമൻസ് റിസീവ് ചെയ്യാൻ സാധിക്കും. അഡൽട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം 18 വയസ്സാണ്, 21 വയസ്സല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് സിയും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ഡി, ദിസ് ഈസ് വാലിഡ് വിതൗട്ട് ദ റിക്വയർമെന്റ് ഓഫ് ഡ്യൂ ഡെലിജൻസ് ഫസ്റ്റ്. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്യൂ ഡെലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ, അതായത് അപ്പോൾ എക്സിനാണ് നിങ്ങൾക്ക് സമൻസ് കൊടുക്കേണ്ടതെങ്കിൽ ആദ്യം തന്നെ എക്സിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു എക്സ് എവിടെയാണെന്ന്, ചെറിയ രീതിയിലൊന്ന് അന്വേഷിച്ചു, നമുക്ക് എക്സിനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നമ്മൾ നേരെ സമൻസുമായിട്ട് വീട്ടിൽ പോയി കൊടുക്കാനായിട്ട് പറ്റും എന്നാണ്. അതായത് ഡ്യൂ ഡെലിജൻസ് ആവശ്യമില്ല, വിത്തൗട്ട് ദ റിക്വയർമെന്റ് ഓഫ് ഡ്യൂ ഡെലിജൻസ്, മതിയായി അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാമിലിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ സെക്ഷൻസിൽ പറയുന്നുണ്ട്, നമ്മൾ മാക്സിമം ശ്രമിക്കണം, എന്തൊക്കെ ചെയ്തിട്ടും മാക്സിമം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടും ആ സെക്ഷൻ 66 ഈ വാക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എക്സസൈസ് ഓഫ് ഡ്യൂ ഡെലിജൻസ്, മാക്സിമം ഡ്യൂ ഡെലിജൻസ് നമ്മൾ എടുത്തിട്ടും നമുക്ക് അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിലാണ് നമ്മൾ ഫാമിലിയിലേക്ക് പോവുക. അല്ലാതെ ഡ്യൂ ഡെലിജൻസ് എടുക്കാതെ, ഡ്യൂ ഡെലിജൻസ് മീൻസ് നമ്മൾ വളരെ രീതിയിൽ കെയറും കോഷനും എടുത്ത് ഒരുപാട് അന്വേഷിച്ച്, വളരെ ശ്രദ്ധ പുലർത്തി അന്വേഷിച്ച് എന്നിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോകണമെന്നാ പറയുന്നത്. അല്ലാതെ ശ്രദ്ധ ചെലുത്താതെ അന്വേഷിച്ചിട്ട് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഫാമിലി മെമ്പറിലേക്ക് കൊണ്ടുകൊടുക്കണമെന്നല്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഡിയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? ഫാമിലി മെമ്പേഴ്സ് ഫാമിലിയോടൊപ്പം താമസിച്ചാലും സർവൻസിനെ ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബി ആണ് 66 പ്രകാരമുള്ള സെക്ഷൻ പ്രകാരമുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യത്തിൽ വാറന്റ് ഓഫ് അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ 79 ആണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. എന്താണ് നമ്മുടെ ചോദ്യം? സെക്ഷൻ 79 പ്രകാരം വാറന്റ് ഓഫ് അറസ്റ്റ്, സെക്ഷൻ 79 അറസ്റ്റ് വാറന്റ് എവിടെയൊക്കെ നടപ്പിലാക്കാം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എയിൽ പറയുന്നു അറസ്റ്റ് വാറന്റ് ഈസ് വാലിഡ് ഓൺലി വിത്തിൻ ദി ഇഷ്യൂയിങ് ഡിസ്ട്രിക്ട്. ഏത് ജില്ലയിലെ കോടതിയാണോ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിക്കുന്നത് ആ ജില്ലയ്ക്കുള്ളിൽ മാത്രമേ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണ് സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നു ഏത് സംസ്ഥാനമാണോ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിക്കുന്നത്, ഏത് സംസ്ഥാനത്തെ കോടതിയാണോ ആ സംസ്ഥാനത്ത്, അതായത് കേരളത്തിലെ ഫോർ എക്സാമ്പിൾ കൊല്ലം ജില്ലയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചാൽ കൊല്ലം ജില്ലയുള്ളത് കേരളം എന്ന സംസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ വാറന്റ് നടപ്പിലാക്കാൻ സാധിക്കും. അതായത് ആ പ്രതിയെ കേരളത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് മേ ബി എക്സിക്യൂട്ടഡ് എനിവെയർ ഇൻ ഇന്ത്യ. അതായത് ഏത് കോടതി വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഏത് ജില്ലയിലെ കോടതി ആയാലും കുഴപ്പമില്ല, ആ ജില്ലയിലെ കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ആ വാറന്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നടപ്പിലാക്കാമെന്നാണ്. ഇനി ഞാനൊരു ഒരു എക്സാമ്പിൾ പറയട്ടെ. റീസെന്റ് കേരളത്തിൽ കുറ്റം ചെയ്ത് കഞ്ചാവ് കടത്തിയ ഒരു പ്രതിയെ നമ്മുടെ കേരള പോലീസ് പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നായിരുന്നു. അതെങ്ങനെയാ സാധിക്കുക? വാറന്റ് കേരളത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ജില്ലയിൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണെങ്കിൽ എങ്ങനെയാണ് ഇവർ ജമ്മു കാശ്മീരിൽ പോയി അറസ്റ്റ് ചെയ്യുക? അതിനർത്ഥം എന്താണ്? ഒരു വാറന്റ് ഏത് ജില്ലയിലെ കോടതി പുറപ്പെടുവിപ്പിച്ചാലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ വാറന്റിൻ പ്രകാരമുള്ള അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് സെക്ഷൻ 79 പറഞ്ഞിരിക്കുന്നത്. വാറന്റ് എവിടെ വേണമെങ്കിലും പുറപ്പെടുവിപ്പിച്ചോട്ടെ, ആ വാറന്റിൻ പ്രകാരമുള്ള അറസ്റ്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വാറന്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി എന്താന്ന് നമുക്ക് നോക്കാം. ഈസ് ഓൺലി വാലിഡ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. ഒന്നാമത് പോലീസുകാരല്ല വാറന്റ് പുറപ്പെടുവിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ
പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഏത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്? ഫോർ എക്സാമ്പിൾ, ഒരു എക്സ് എന്ന് പറയുന്ന കോടതിയുടെ ചുറ്റളവിൽ ചിലപ്പോൾ 2 പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കാം. ആ കോടതി വാറന്റ് പുറപ്പെടുവിപ്പിക്കുമ്പോൾ അത് ഏത് സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതായത് വാറന്റ് എവിടെ പുറപ്പെടുവിപ്പിച്ചാലും ശരി, അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നടപ്പിലാക്കാമെന്നാണ് സെക്ഷൻ 79 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട റെലവൻറ്റ് സെക്ഷൻസും എക്സ്പ്ലനേഷനും. നമ്മൾ ചോദ്യോത്തരങ്ങൾ മാത്രമല്ല നോക്കിയത്, ആ ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണോ ആ സെക്ഷനുകൾ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ കണക്ക് നമുക്ക് കുറച്ച് സെക്ഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.